വടകരയിൽ ഓഗസ്റ്റ് 13 മുതൽ നവകേരളം ഗ്രാൻഡ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് തുടക്കമാവുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്കോട് കൂടിയ ഫെസ്റ്റിവൽ കാഴ്ചക്കാർക്ക് ഏറെ കൗതുകമാവും. കാഴ്ചക്കാരുടെ മനം നിറയ്ക്കാൻ വടകരയിൽ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവലിന് തുടക്കമാവുന്നു. വടകര കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിന് സമീപം ഓഗസ്റ്റ് 13 മുതൽ സെപ്റ്റംബർ 14 വരെയാണ് ഓൾ ഇന്ത്യ എക്സ്പോ 2025ന്റെ നവകേരളം ഗ്രാൻഡ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇവിടെ കാഴ്ചക്കാർക്ക് ഏറെ കൗതുകം ഉണ്ടാക്കും. ദുബായിലും ചൈനയിലും തരംഗമായി മാറിയ സൂറൽ വെള്ളച്ചാട്ടം, ഗ്രൗണ്ട് വാട്ടർ അക്വേറിയം, നിരവധി സെൽഫി പോയിന്റുകൾ തുടങ്ങി ജീവനുള്ള പക്ഷിമൃഗാദികൾ സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതുവരെ ഇവിടെ കാണാം. കൂടാതെ നിരവധി സ്റ്റാളുകൾ, ഫർണിച്ചർ മേള, ഇന്ത്യയിലെയും വിദേശത്തെയും വ്യത്യസ്തമായ രുചികൾ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഫുഡ് കോർട്ടുകൾ, നൂറുകണക്കിന് ഫ്ലവറുകളിലുള്ള ഫ്ലവർ സ്റ്റോറുകൾ, അത്ഭുതങ്ങളുടെ കൂടാരമായ ഗോസ്റ്റ് ഹൌസ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രേക്ക് ഡാൻസ് എന്നിവയും ഫെസ്റ്റിവലിന്റെ ഭാഗമാണ്. ആഗസ്റ്റ് 13 വൈകുന്നേരം 5 മണിക്ക് നവകേരളം കാർഷിക വ്യാവസായിക ഫെസ്റ്റും വടകര ഫെസ്റ്റ് എന്നുള്ള പേരിൽ ഒരു എക്സ്പോ കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിന് സമീപത്ത് ആരംഭിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് സെപ്റ്റംബർ 14 വരെയാണ് നമ്മളത് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. വളരെ എപ്പോഴും വടകരയിൽ, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വടകരയിൽ വന്നപ്പോഴും എല്ലാവർക്കും പുതിയൊരു അനുഭവമായിട്ടാണ് വടകരയിൽ എത്തുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇപ്രാവശ്യവും നമ്മളൊരു പുതിയ വളരെ വെറൈറ്റി, അതായത് എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള വെറൈറ്റി ആയിട്ടാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് നിരവധി സ്റ്റാളുകൾ, ഫുഡ് കോർട്ട്, അതുപോലെ തന്നെ അമ്യൂസ്മെൻറ്റ് പാർക്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ വെച്ച് ഏറ്റവും വലിയ അമ്യൂസ്മെൻറ്റ് പാർക്കാണ് ഇപ്പോൾ ഇവിടെ സെറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ വെച്ച് ഏറ്റവും വലിയ ബ്രേക്ക് ഡാൻസ്, ഏകദേശം 50ഓളം പേർക്ക് ഇരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ബ്രേക്ക് ഡാൻസ്, ഒപ്പം കൊളംബസ്, അതും ഇതേപോലെ തന്നെ 150ഓളം പേർക്ക് ഇരിക്കാൻ പറ്റുന്ന കൊളംബസ്, ജോയിൻറ്റ് വില്ല് അതും ഇതേപോലെ തന്നെയാണ് ഏറ്റവും വലിയ ജോയിൻറ്റ് വില്ല്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വടകരയിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിന് സമീപത്താണ് ഈ ഗ്രൗണ്ട് ഉള്ളത്. അതുപോലെ നമ്മുടെ ചൈനയിലും അതേപോലെ ദുബായ് മാർക്കറ്റിലുമൊക്കെ വളരെ വൈറലായിട്ടുള്ള സുരൽ വെള്ളച്ചാട്ടം എന്ന് പറയുന്നൊരു സംവിധാനത്തിന് ഇതിൻ്റെ ഒരു ചെറിയ രീതിയിലുള്ള പോർഷൻ കൂടി നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അക്വേറിയങ്ങൾ, ഇപ്പോൾ പലയിടത്തും അക്വേറിയങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ അക്വേറിയം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് വാട്ടർ അക്വേറിയമാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് പക്ഷികളെ നിറയെ, അതായത് പക്ഷികളെ സാധാരണ നമ്മൾ കൂടുകളിലിട്ടാണ് കണ്ടിട്ടുള്ളത്. ഇത് പക്ഷികൾ യഥേഷ്ടം പറന്ന് നടക്കുന്നത് നമുക്കതോടെ ആസ്വദിക്കാൻ കഴിയും. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു വ്യത്യസ്തമായൊരു അനുഭവത്തിൻ്റെ രീതിയിൽ തന്നെ വളരെ മനോഹരമായിട്ട് ഒരു എക്സ്പോ ഇവിടെ ഞങ്ങൾ 13-ാം തീയതി ആരംഭിക്കുകയാണ്. അപ്പോൾ എല്ലാവരുടെയും സഹകരണം അതിലേക്ക് വരണമെന്ന് ആവശ്യപ്പെടുന്നു. വാർത്താ സമ്മേളനത്തിൽ ജ്യോതികുമാർ ജി, CS വിജയകുമാർ, KM ഹംസ, അമരൻ കൂത്തുപറമ്പ്, K പ്രവീൺ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര.